നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. താഴേച്ചേളാരി പരപ്പനങ്ങാടി റോഡ് ആക്സസ് അഡീഷണൽ സ്ഥലമേറ്റെടുപ്പിന് ദേശീയപാത വിഭാഗത്തിന്റെ അനുമതിയായതായി വള്ളിക്കുന്ന് മണ്ഡലം MLA പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ അറിയിച്ചു. ഇവിടെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ട് ജനങ്ങൾ ദുരിതത്തിലായിരുന്നു. ഇതിനാണിപ്പോൾ ശാശ്വത പരിഹാരമായിരിക്കുന്നത്. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് താഴേച്ചേളാരിൽ നിന്നും പരപ്പനങ്ങാടിയിലേക്ക് പോകുന്ന പുതുമരമത്ത് റോഡിലേക്ക് ദേശീയപാത താഴേച്ചേളാരി അണ്ടർപാസേജ് വഴി വാഹനങ്ങൾ തിരിയുന്നതിന് ദേശീയപാത നിർമ്മാണാരംഭത്തിൽ തന്നെ ഏറെ പ്രയാസം നേരിട്ട് വരികയായിരുന്നു. നിലവിൽ അണ്ടർപാസേജ് പരപ്പനങ്ങാടി റോഡിൽ നിന്നും അല്പം മാറി സ്ഥാപിച്ചതിനാൽ റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകൾ, ലോറികൾ, മറ്റു വലിയ വാഹനങ്ങൾ റോഡിലേക്ക് തിരിഞ്ഞു കയറുന്നതിന് പ്രയാസം നേരിടുകയും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കുമാണ് അനുഭവിച്ചിരുന്നത്. സംഭവത്തിൽ പരാതിയുമായി നാട്ടുകാരും വിവിധ യൂണിയനുകളും പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. താഴേച്ചേളാരിയിൽ പരപ്പനങ്ങാടി റോഡിലേക്ക് പ്രവേശിക്കുന്നതിനായുള്ള നിർമ്മാണം പൂർത്തീകരിച്ച അണ്ടർപാസ് പരപ്പനങ്ങാടി റോഡ് ജംഗ്ഷനിൽ നിന്നും തെക്കുഭാഗത്തേക്ക് വിട്ടുമാറി നിർമ്മിച്ചതിനാൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും നിത്യ സംഭവങ്ങളാണ്. പരപ്പനങ്ങാടി റോഡിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്ന രീതിയിൽ നിർമ്മാണം നടത്തുന്നതിനുള്ള മുഴുവൻ സാധ്യതകളും ഉണ്ടായിട്ടും അത്തരത്തിൽ നിർമ്മാണം നടത്താതെ പോയതിനാൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് ആയിരക്കണക്കിന് യാത്രക്കാരും പ്രദേശവാസികളുമാണെന്ന് പരാതി ഉയർന്നിരുന്നു. സംഭവത്തിൽ ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് യൂണിയൻ CITU തിരുരങ്ങാടി ഏരിയ കമ്മിറ്റി NH കുറ്റിപ്പുറം ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. അണ്ടർപാസ് വന്നതോടെ പരപ്പനങ്ങാടി റോഡും ദേശീയപാത സർവീസ് റോഡും ചേരുന്നിടത്തെ സ്ഥലപരിമിതിയും ഘടനയും കാരണം വലിയ വാഹനങ്ങൾ 2-3 തവണ മുന്നോട്ടും പിറകോട്ടും എടുത്ത് മാത്രമേ സർവീസ് റോഡിൽ നിന്നും പരപ്പനങ്ങാടി റോഡിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതിനിടയിൽ കണ്ടെയ്നർ ലോറികളും LPG സിലിണ്ടർ ട്രക്കുകളും ബുള്ളറ്റ് ടാങ്കറുകളും മറ്റു എല്ലാവിധ വലിയ വാഹനങ്ങളും മുൻപോട്ടും പിറകോട്ടും എടുക്കുവാൻ കഴിയാതെ ദിവസത്തിൽ പലതവണ ഇവിടെ കുടുങ്ങിപ്പോകാറുണ്ട്. ഇതിനിടയിൽ ഓട്ടോറിക്ഷകളും 2 വീലറുകളും പെട്ടുപോയി നിരവധി അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇക്കാരണങ്ങളാൽ ഗതാഗതക്കുരുക്കും പതിവാണ്. ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും ഹൈവേ പോലീസും അത്യധികം പ്രയാസം അനുഭവിച്ചും മണിക്കൂറുകൾ കഷ്ടപ്പെട്ടുമാണ് ഗതാഗതക്കുരുക്ക് നീക്കാറുള്ളത്. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് MP കേന്ദ്രത്തിലും MLA എന്ന നിലയിൽ ഹമീദ് മാസ്റ്റർ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുകയും ജില്ലാ വികസന സമിതി യോഗത്തിൽ പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ദേശീയപാത റീജിയണൽ ഓഫീസർ, പ്രൊജക്ട് ഡയറക്ടർ, ജില്ലാ കലക്ടർ എന്നിവരെ സ്ഥലം സന്ദർശിപ്പിച്ച് പ്രശ്നത്തിൻ്റെ ഗൗരവം MLA ബോധ്യപ്പെടുത്തിയിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് പ്രസ്തുത പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി അഡീഷണൽ സ്ഥലം ഏറ്റെടുക്കണമെന്ന ആവശ്യം ദേശീയപാത വിഭാഗം അംഗീകരിച്ച് അനുമതി നൽകിയിരിക്കുന്നതെന്ന് MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.